Prony head, this is my room. മൈ റൂമല്ല, ഞങ്ങളുടെ റൂം. എൻ്റെ ചേച്ചിയുടെ റൂമാണിത്. അപ്പം ഇപ്പം ഭയങ്കര അലമ്പാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ട്രിപ്പിന് പോകുന്നതിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. പാക്കിംഗ് ആയിരുന്നു. ദിസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് റൈറ്റ് നൗ. സോ ഗൈസ്, അങ്ങനെ ഇന്നലെ രാത്രി പെട്ടെന്ന് എന്നോട് പറഞ്ഞു നാളെ കൂർഗിൽ പോവുകയാണ്, നീ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൂർഗിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. രാവിലെ അതേപടി ടേബിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അതേപടി എഴുന്നേറ്റിട്ട് റെഡിയായി, കുളിച്ച് ഫ്രഷായി ട്രിപ്പിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നിപ്പോൾ രാത്രി വെളുപ്പിൻ്റെ 4:30-5 മണി ഏകദേശം എത്ര സമയം ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എമ്മിയും ഞാനും എമ്മിയുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ കൂർഗ് കറങ്ങാൻ പോകും. ഇന്നലെ രാത്രിയിലാണ് എന്നോട് എന്നെ ചോദിച്ചത്, ട്രിപ്പിന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വർക്കുണ്ട്, തീർക്കണമെന്ന് പറഞ്ഞു. വണ്ടിക്ക് സ്പേസ് ഉണ്ട്, വന്നേ പറ്റത്തുള്ളൂ. അത് അവസാന നിമിഷമാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു ട്രിപ്പിന് വന്നേ പറ്റത്തുള്ളൂ. ഒരു ഇത് എന്നെ വിളിച്ചു. അങ്ങനെ പെട്ടെന്ന് പോകാൻ പ്ലാൻ ഇട്ടു. ഞങ്ങൾ ഇന്ന് കൂർഗിൽ പോവുകയാണ്. രാവിലെ ഒരു 8 o'clock ആകുമ്പോഴത്തേക്കായിരിക്കും പോകും. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വിചാരിച്ചു എന്തായാലും ഉറക്കം വരുന്നില്ല. പാക്കൊക്കെ ചെയ്തിരുന്നു. ഇപ്പം 5 മണിയാവാറായി. ഇനിയിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കാർ കിടന്നു. അപ്പം വിചാരിച്ചു പാക്കൊക്കെ ചെയ്തു. ഞാൻ ചെടിയൊക്കെ ചെയ്തു. ഓക്കെ, എല്ലാത്തിനും പരിപാടികളൊക്കെ നിർത്തി. ഈ കോഫിയൊക്കെ പിടിച്ച് എൻ്റെ പണി തീർക്കണം, എൻ്റെ വർക്ക് തീർക്കണം. 2 ദിവസത്തേക്ക് ലാപ്ടോപ്പ് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല, പക്ഷേ എടുക്കാം. സോ ഇതുവരെയായിട്ടും ആരും 8 മണിയാണ് പറഞ്ഞത്. 8 മണിയൊക്കെ കഴിഞ്ഞ് 9 മണിയായി. ഇനി എപ്പോഴാണ് പോകുന്നത് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ദിസ് ഇസ് ഹൗ ഐ ലുക്ക്. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങൾ റൂമിൻ്റെ അവസ്ഥ. സോ ലെറ്റ്സ് സീ എന്താകുമെന്ന് നോക്കാം. നമ്മൾ എപ്പോഴാണ് പോകുന്നത് നമുക്ക് നോക്കാം. 10 മണിയാകുമ്പോൾ അവർ വരാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഉടുപ്പയിലേക്ക് പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാൻ എടുത്തു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി ഓർഡർ കൊടുത്ത് വരാൻ ഇച്ചിരി സമയം എടുത്തു. അതെ, ഹലോ ഗൈസ് എന്നൊക്കെ. അവർ ഉടുപ്പിയിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ പോയി ലഗേജ് എല്ലാം കാറിൽ സെറ്റ് ചെയ്തു. ഇല്ല, അങ്ങനെ പാട്ടും സംസാരവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൂർഗിലെത്തി. മഴ ആയതുകൊണ്ട് നല്ല കോടയുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ കൂർഗിലെത്തിയ ഉടനെ രാജാ സീറ്റിലേക്കായിരുന്നു പോയത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു അവിടെ. എന്നോട് കാണിച്ചമീ തോട്ടക്കാട്ടുകാരായ അങ്ങനെ രാജാസി വ്യൂ പോയിന്റ് ഞങ്ങൾ കുറേ സമയം എടുത്ത് കണ്ടു. ഞങ്ങൾ ഏകദേശം ഒരു 6:30-7 കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. 6-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഭംഗി കുറച്ചും കൂടെ ഭയങ്കര രസമായി. ചെറിയ ചെറിയ ലൈറ്റ്സും ആ ഇരുണ്ട് മൂടിയ കോടകളും ഒക്കെ കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ സ്റ്റേയിലെത്തി. ഒരു രക്ഷയില്ലാത്ത സ്റ്റേ ആയിരുന്നു. ഒരു ഹോം സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. വന്ന ഉടനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തു. ദെൻ ഞാൻ സ്ട്രേറ്റ് ബെഡിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് വന്നപ്പോൾ ഏകദേശം ഒരു 10 മണിയായി. പിന്നെ അവിടെ മൊത്തം കറങ്ങി നടന്ന് സ്റ്റേ ഒക്കെ കണ്ടു, ചുറ്റുവട്ടമൊക്കെ കണ്ടു. ഒരു രക്ഷയില്ലാത്ത പ്ലേസായിരുന്നു. കോട്ടേജസും നല്ല അരുവിയും ചുറ്റുപാടും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒക്കെ ആയിരുന്നു. ഒരു ഹോംലി ഫീലായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. ആൻഡ് ദെൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനായി. ഇന്ന് ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നത് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. വീട്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പോകുന്നത് നംദ്രോളി മൊണാസ്ട്രി ഓർ ദി ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അങ്ങനെ
ഞങ്ങൾ മൊണാസ്ട്രിയിലെത്തിയതിന് ശേഷം നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു വൈബായിരുന്നു. മഴയായിരുന്നെങ്കിലും എല്ലാം ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലം ആൻഡ് ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് എനർജറ്റിക് വൈബായിരുന്നു നമുക്കവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുട്ടി കുട്ടി ഷോപ്പിങ്ങുകളും ചെയ്തു. കുറേ സൊവനിയേഴ്സൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു. മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 3-4 മണിയായി. ലേറ്റായിപ്പോയി. അവിടുന്ന് സ്ട്രെയിറ്റ് ഞങ്ങൾ ദുബാരെ എലഫൻറ്റ് പാർക്കിലേക്ക് പോയി. 4:30 to 5:30 വരെയാണ് അവിടുത്തെ സമയം. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ എത്തിയപ്പോൾ 5 മണിയായി. വെയിറ്റ് ചെയ്ത് വലിയ ക്യൂ ആയിരുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. സോ എലഫൻറ്റ് പാർക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. അത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്റ്റേ ആയിരുന്നു. സോ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. നല്ല വൈബായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് ട്രിപ്പായിരുന്നു. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള ശ്രമം നടത്തി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എമിയാണ് താറാവിൻ്റെ പുറകെ ഓട്ടമായിരുന്നു. താറാവിനെ എങ്ങനെ പിടിക്കാമെന്നോർത്ത് നടക്കുകയായിരുന്നു. നമുക്കങ്ങനെ ഫിക്സ്ഡ് ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ലായിരുന്നു. സോ ഞങ്ങൾ ആദ്യം ആബി ഫോൾസിലേക്ക് പോയി. അവിടെ പോയി എൻജോയ് ഒക്കെ ചെയ്തു. പക്ഷെ നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് റെയിൻകോട്ട് ഇടാതെയും കുടയില്ലാതെയും പോകാൻ പറ്റിയില്ല. കാരണം വെള്ളച്ചാട്ടമൊക്കെ ഒടുക്കുന്ന ഫോഴ്സ്, ഒരു രക്ഷയില്ലാത്ത ഫോഴ്സ്. കണ്ടിട്ട് തന്നെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേവ് കിട്ടും. കുറേ സമയം അതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബാംബു ഫോറസ്റ്റ്. അടുത്ത് ബ്രേക്കൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്ക് നടന്നു. അവിടെയും നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ എടുക്കേണ്ടി വന്നു. എന്നാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു സ്ഥലം കാണാനായിട്ട്. ബേർഡ്സ് പാർക്കും ഒക്കെ കണ്ട് പതിയെ മൂവ് ചെയ്തു. ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. ഇതൊക്കെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. കാറ് കാണുമ്പോൾ ഫുൾ ഉറക്കമായിരുന്നു. ഭയങ്കര ടയർഡായിട്ടുള്ള ഫീലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ട്രിപ്പ് നല്ലപോലെ എൻജോയ് ചെയ്തു. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ട്രിപ്പായിരുന്നു. തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ മൈസൂരിൽ കയറി. അവിടുത്തെ പൂജാരി ഫിഷ് ലാൻഡിൽ കയറി ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഇട്ടു. അവിടുത്തെ കിടാങ്ങളെയൊക്കെ കണ്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ കുറേ കൂടെ എൻജോയ് ചെയ്തു. ലൈക്ക് എനിക്ക് മൃഗങ്ങളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അവിടുത്തെ വൈബൊക്കെ എൻജോയ് ചെയ്ത് ട്രാവലിന് തൊട്ടും തലോടിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഫൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ കുറേയും കൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കി. പക്ഷെ ഞങ്ങൾക്ക് എത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഫുഡൊക്കെ കഴിച്ച് തിരിക്കാനുള്ള പ്ലാൻ ഇട്ടു. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇറ്റ് വാസ് അമേസിങ്. അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. ഫിഷ് റെസിപ്പീസ് ആയിരുന്നു കൂടുതലും. ഇവിടുത്തെ ഫുഡ് മെയിൻലി മാംഗ്ലൂരിയൻ റെസിപ്പീസാണ്. ഇറ്റ് വാസ് സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചു. ഇൻ ജനറൽ ദ ആംബിയൻസ് വാസ് സോ ഗുഡ്. ലൈക്ക് ഫുഡ് കഴിക്കുമ്പോഴും ഒരു ടെമ്പിൾ ഫീലിലാണ് ഫുഡ് കഴിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ 11:30 ആയപ്പോൾ വീട്ടിലെത്തി. ആൻഡ് ദെൻ സ്ട്രേറ്റ് ടു ബെഡ്. സോ ബൈ.